ഓം നമോ വെങ്കിടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കുടുംബാംഗങ്ങൾ എല്ലാവർക്കും പുതുവർഷ ദിന ആശംസകൾ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും നിറവേറി കിട്ടുവാനും ആയുസ്സും ആരോഗ്യവും ഭഗവാൻ തന്നെ അനുഗ്രഹിക്കുവാനും വേണ്ടി ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് പുതുവർഷമാണ്, വ്യാഴാഴ്ച ദിവസമാണ്. അതുമാത്രമല്ല പ്രദോഷം കൂടിയാണ്. വ്യാഴാഴ്ച ദിവസങ്ങൾ വരുന്ന ഏതൊരു വിശേഷപ്പെട്ട ദിവസങ്ങൾക്കും കുബേര പ്രദോഷം, കുബേര പൗർണമി, കുബേര അമാവാസ എന്നിങ്ങനെയാണ് പറയുന്നത്. കാരണം വ്യാഴാഴ്ച എന്ന് പറയുമ്പോൾ അത് കുബേര ഭഗവാന്റെ ദിനമായി തന്നെയാണ് കരുതപ്പെടുന്നത്. കുബേര ഭഗവാന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മുടെ സാമ്പത്തികപരമായ തടസ്സങ്ങൾ മാറിക്കിട്ടും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ജീവിതത്തിൽ എന്ത് കാര്യമാണെങ്കിലും അത് നിറവേറി കിട്ടുവാനും ആയുസ്സും ആരോഗ്യവും നമുക്ക് തന്ന് അനുഗ്രഹിക്കുവാനും സാധിക്കുന്ന ഭഗവാൻ ശിവഭഗവാനാണ്. അങ്ങനെയുള്ള ശിവഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിനമാണ് ഈ പ്രദോഷ ദിവസങ്ങൾ എന്ന് പറയുന്നത്. എന്തിന് നഷ്ടപ്പെട്ട രാജ്യവും സ്വത്തും സമ്പത്തുമെല്ലാം തിരിച്ചു പിടിക്കുവാൻ കുബേര ഭഗവാനെ സഹായിച്ചത് ശിവഭഗവാന്റെ വഴിപാടിലൂടെ തന്നെയാണ് എന്നും നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെയുള്ള ഈ കുബേര പ്രദോഷ ദിവസവും ജനുവരി മാസം 1-ാം തീയതിയും ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഈ ഒരു ദിവസത്തിൽ ശിവഭഗവാന്റെ അനുഗ്രഹത്തിനായും കുബേര ഭഗവാന്റെ അനുഗ്രഹത്തിനായും ലക്ഷ്മി കടാക്ഷം നിറഞ്ഞു നിൽക്കുവാൻ വേണ്ടിയും നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറി കിട്ടുവാൻ വേണ്ടിയും നമ്മൾ ചൊല്ലേണ്ട ഒരു ഒറ്റവരി തിരുനാമത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. പ്രദോഷവ്രതം അനുഷ്ഠിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം, പ്രദോഷകാല സമയത്ത് നമ്മൾ ക്ഷേത്ര ദർശനത്തിന് പോകുന്ന ആ ഒരു സമയം, അതായത് വൈകുന്നേരം 5 മണിക്ക് ശേഷം 7 മണിക്കുള്ളിൽ നമ്മൾ പ്രദോഷകാലത്ത് ശിവഭഗവാനെ വഴിപാട് ചെയ്യുവാനായിട്ട് പോകുമ്പോൾ അഭിഷേകത്തിനായിട്ട് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുക എന്നുള്ള കാര്യം ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി അഥവാ പ്രദോഷവ്രതം അനുഷ്ഠിക്കുന്നില്ല, ഞങ്ങൾ ക്ഷേത്ര ദർശനം നടത്തുന്നില്ല, ഞങ്ങൾ പക്ഷെ വീടുകളിൽ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുന്നവരാണ്, ഇനി അഥവാ അതിനും സാധിക്കുന്നില്ല എന്ന് പറയുന്നവരാണെങ്കിൽ പോലും പ്രദോഷകാലങ്ങളിൽ ശിവഭഗവാന്റെ തിരുനാമങ്ങൾ ഉച്ചരിക്കുന്ന ഏതൊരാൾക്കും ശിവഭഗവാന്റെ അനുഗ്രഹം പരിപൂർണമായും ഉണ്ടാകുന്നതായിരിക്കും. ഇതിൽ യാതൊരു വിധത്തിലുള്ള മാറ്റവും തന്നെ ഇല്ല. അങ്ങനെയുള്ള ഈ പ്രദോഷകാലത്ത് ശിവഭഗവാന്റെ തിരുനാമത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചൊല്ലേണ്ടത്. പ്രദോഷകാലം എന്ന് മാത്രമല്ല, എപ്പോൾ വേണമെങ്കിലും ചൊല്ലാം. ഇനി അഥവാ ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുന്നേയെങ്കിലും 21 പ്രാവശ്യം നമ്മൾ ഈ ഒരു തിരുനാമം ജപിച്ചു കിടക്കുകയാണെങ്കിൽ തീരാത്ത പ്രശ്നങ്ങൾ തീർന്നു കിട്ടും. നമ്മൾ എന്ത് കാര്യമാണോ ആഗ്രഹിച്ചിട്ട് നടക്കുന്നത് ആ കാര്യങ്ങൾ നിറവേറി കിട്ടും. ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ മാറിക്കിട്ടും, നമ്മുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മാറിക്കിട്ടും, സാമ്പത്തിക തടസ്സങ്ങൾ മാറിക്കിട്ടും എന്നിങ്ങനെ അനേകം തരത്തിലുള്ള ഫലങ്ങളാണ് നമ്മളെ തേടി വരുന്നത്. അപ്പോൾ ഏതു മന്ത്രമാണ് നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിയെടുക്കുവാൻ വേണ്ടി നമ്മൾ ഇന്ന് ഉറങ്ങുന്നതിന് മുന്നേ ചൊല്ലേണ്ടത് എന്ന് കാണാം. മനമുരുകി ഇത് 21 പ്രാവശ്യം ഇന്ന് ഉറങ്ങുന്നതിന് മുന്നേ ചൊല്ലുക. മന്ത്രം ഇതാണ്: നമഃശിവായ പരമേശ്വരായ ശശിശേഖരായ നമഃ ഓം. നമഃശിവായ പരമേശ്വരായ ശശിശേഖരായ നമഃ ഓം. നമഃശിവായ പരമേശ്വരായ ശശിശേഖരായ നമഃ ഓം എന്നുള്ള ഈ മന്ത്രമാണ് ഇന്നു രാത്രി ഉറങ്ങുന്നതിന് മുന്നേ അല്ലെങ്കിൽ പ്രദോഷകാല സമയത്ത് നമ്മൾ ചൊല്ലേണ്ട മന്ത്രം എന്ന് പറയുന്നത്. ഇന്ന് നന്ദി ഭഗവാനെ വഴിപാട് ചെയ്യുന്നതിലൂടെയും ശിവഭഗവാനെ പ്രാർത്ഥിച്ച് വഴിപാട് ചെയ്യുന്നതിലൂടെയും ശിവമന്ത്രങ്ങൾ ഉച്ചരിക്കുന്നതിലൂടെയും ശിവഭഗവാനെ മനസ്സിൽ ധ്യാനിക്കുന്നതിലൂടെയും അനേകായിരം നന്മകൾ നമ്മളെ തേടി വരുന്നതാണ്. അതുമാത്രമല്ല, നമ്മൾ വ്യാഴാഴ്ചകൾ തോറും കുബേര ഭഗവാന്റെ വഴിപാട് ചെയ്യാൻ സാധിക്കുന്നില്ല, ധനതടസ്സമുണ്ട്, സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളുണ്ട്, പണം ഓരോ സ്ഥലത്തും സ്ട്രക്കായി നിൽക്കുകയാണ് എന്നെല്ലാം പറഞ്ഞ് വിഷമിക്കുന്നവർ ഒന്നും വേണ്ട, ഈ ഒരൊറ്റ മന്ത്രം ജപിച്ചാൽ മതി. കുബേര ഭഗവാന്റെ അനുഗ്രഹവും നമുക്ക് താനേ വന്നു ചേരുന്നതായിരിക്കും. കാരണം ഏറ്റവും വലിയൊരു ശിവഭക്തനാണ് കുബേര ഭഗവാൻ. ശിവഭഗവാന്റെ തോഴൻ എന്നും ശിവഭഗവാന്റെ ഭക്തൻ എന്നും ഇങ്ങനെ ഒരുപാട് പേരുകളിൽ കുബേര ഭഗവാൻ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ മറക്കാതെ നമ്മൾ ഈ ഒരു മന്ത്രം ജപിക്കുക. ഇനി അഥവാ ഞങ്ങൾ എഴുതുവാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 21 പ്രാവശ്യം വരയിടാത്ത A4 ഷീറ്റോ അല്ലെങ്കിൽ നോട്ട് പുസ്തകമോ എടുത്ത്
കറുപ്പ് നിറത്തിലുള്ള മഷി ഒഴിച്ച് ഏതൊരു മഷി വേണമെങ്കിലും എടുത്തുകൊണ്ട് നമ്മുടെ ആഗ്രഹം നിറവേറി കിട്ടുവാൻ വേണ്ടി നമഃശിവായ പരമേശ്വരായ ശശിശേഖരായ നമോം എന്നുള്ള ഈ മന്ത്രം 21 പ്രാവശ്യമോ 51 പ്രാവശ്യമോ 108 തവണയോ നമുക്ക് എഴുതാവുന്നതാണ്. ഇത് എഴുതി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലെ ഒരു വലിയ ഭാരം ഇല്ലാതാകുന്നത് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും. നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടുമെന്നുള്ള ആ ഒരു പോസിറ്റീവായിട്ടുള്ള ചിന്താഗതികൾ നമ്മുടെ മനസ്സിനെ തേടി വരും. നമ്മുടെ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കുവാൻ സാധിക്കും. ഇങ്ങനെ പല വിധത്തിലുള്ള നന്മകൾ ഇന്ന് ഈ ഒരു മന്ത്രം ജപിക്കുന്നതിലൂടെ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് തിരുനാമങ്ങളിൽ ഉൾപ്പെടുന്നതിനാൽ തന്നെ ആർക്കു വേണമെങ്കിലും ചൊല്ലാം. പ്രദോഷവ്രതം അനുഷ്ഠിച്ചവർക്കും പ്രദോഷവ്രതം അനുഷ്ഠിക്കാത്തവർക്കും ക്ഷേത്ര ദർശനം നടത്തുന്നവർക്കും നടത്താത്തവർക്കും പീരിയഡ്സ് ആണ് പുലവാലായ്മയാണ് എന്നൊന്നും പറഞ്ഞ് മാറി നിൽക്കേണ്ട കാര്യമില്ല. ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിക്കുന്നതിന് യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളുമില്ല. ഇത് കുറേ ആയിട്ട് നമ്മുടെ വീഡിയോകളിലൂടെ ഞാൻ പറഞ്ഞു വരുന്ന ഒരു കാര്യമാണ്. തിരുനാമങ്ങൾ എന്ന് പറയുന്നത് ഭഗവാന്റെ പേരുകൾ തന്നെയാണ്. ഭഗവാന്റെ പേരുകൾ പറയുവാൻ, ഭഗവാനെ നമ്മുടെ മനസ്സിൽ ധ്യാനിക്കുവാൻ, ഭഗവാന്റെ മന്ത്രങ്ങൾ മാത്രമേ നമ്മൾ ഉച്ചരിക്കാൻ പാടില്ല. അതും പൂജാമുറിയിൽ കയറി ഉച്ചരിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ. ഒരു പക്ഷേ പീരിയഡ്സ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്കറിയാതെ ഗായത്രി മന്ത്രം നമ്മുടെ നാവുകളിൽ ജപിക്കാം. അല്ലെങ്കിൽ ശിവഭഗവാന്റെ മന്ത്രങ്ങൾ അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയുടെ മന്ത്രങ്ങൾ നമുക്കറിയാതെ നമ്മൾ എപ്പോഴും ചൊല്ലുന്നത് കാരണം അത് ഓട്ടോമാറ്റിക്കലി വന്നു പോകുന്നു എന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്നൊന്നും പറഞ്ഞ് മാറ്റി നിർത്തേണ്ട കാര്യമില്ല. പൂജാമുറിയിൽ കയറി ദീപം തെളിയിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ. ക്ഷേത്ര ദർശനം നടത്തരുത് എന്ന് മാത്രമേ ഉള്ളൂ. മറിച്ച് തിരുനാമങ്ങളോ മന്ത്രങ്ങളോ മനസ്സിൽ ഉച്ചരിക്കുന്നത് കൊണ്ടോ മനസ്സിൽ ഭഗവാനെ ചിന്തിക്കുന്നത് കൊണ്ടോ നമുക്ക് യാതൊരു വിധത്തിലുള്ള ദോഷങ്ങളും വന്നു ചേരുവാൻ പോകുന്നില്ല. ഈ ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കുക. അത് ശിവഭഗവാന്റെ ഈ ഒരു മന്ത്രം എന്ന് മാത്രമല്ല, ഏതൊരു തിരുനാമങ്ങളാണെങ്കിലും, ഉദാഹരണത്തിന് ഞാൻ മുരുക ഭഗവാന്റെ മന്ത്രങ്ങൾ പറയുന്നുണ്ട്, മഹാവിഷ്ണുദേവന്റെ മന്ത്രങ്ങൾ പറയുന്നുണ്ട്, തിരുപ്പതി ബാലാജി ദേവനെ കുറിച്ച് പറയുന്നുണ്ട്, മഹാലക്ഷ്മി ദേവിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെയെല്ലാം പറയുമ്പോൾ നമുക്ക് ഇത് പറയാമോ, ഇത് പീരിയഡ്സ് ആണ്, എനിക്ക് ചൊല്ലാമോ, എനിക്ക് പുലവാലായ്മയാണ്, അല്ലെങ്കിൽ ഞാൻ നോൺ വെജ് അറിയാതെ കഴിച്ചു പോയി എന്നെല്ലാം പറഞ്ഞ് ഒഴിഞ്ഞു മാറി നിൽക്കേണ്ട യാതൊരു വിധത്തിലുള്ള കാര്യവും തന്നെയില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചൊല്ലുന്ന ഒരു മന്ത്രജപത്തിന് പോലും അതീതമായ ശക്തിയാണുള്ളത്. ഒരു പക്ഷെ നമ്മുടെ കർമ്മഫലങ്ങളെ തന്നെ ഇല്ലാതാക്കി തീർക്കുവാൻ സാധിക്കും ഒരു മന്ത്രം അറിയാതെ ജപിക്കുന്നതിലൂടെ എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് ഭയപ്പെടേണ്ട കാര്യങ്ങൾ ഒന്നും തന്നെയില്ല. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇന്ന് ഈ മന്ത്രം ഏതൊരു സമയത്ത് വേണമെങ്കിലും ചൊല്ലാം. ശിവഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് എപ്പോൾ ഈ മന്ത്രം നിങ്ങൾ ധ്യാനിച്ചാലും ചൊല്ലിയാലും മനസ്സിൽ വിചാരിച്ചാലും എഴുതിയാലും 100% ഫലം നമ്മളെ തേടി വരും. നമ്മുടെ പാപങ്ങൾ ഇല്ലാതാകും, നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഇതൊന്ന് എഴുതുകയോ ചൊല്ലുകയോ ചെയ്യുക. തീർച്ചയായും നമ്മുടെ ആഗ്രഹങ്ങൾ ഈ 1-ാം തീയതി തന്നെ നിറവേറി കിട്ടും. ഈ വർഷം നമുക്കൊരു നല്ല വർഷമായി മാറിക്കിട്ടും. കഴിഞ്ഞ വർഷം നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിച്ചിട്ടില്ലയോ ആ കാര്യങ്ങളെല്ലാം ഇന്ന് ഈ ഒരൊറ്റ മന്ത്രം ജപിക്കുന്നതിലൂടെ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി വീണ്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പുതുവർഷ ദിനം ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക. മന്ത്രജപങ്ങൾ, തിരുനാമങ്ങൾ, ഭഗവാന്റെ കഥകൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കിടേശായ നമഃ.